19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമായിട്ട് കേരള കത്തോലിക്കരുടെ ഇടയിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ തിരുഹൃദയ വണക്കം അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു ഭക്തമുറ സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ, ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ കേരളത്തിൽ പ്രചാരം നേടാനായിട്ട് ഇടയായത്. 1673-75 കാലഘട്ടത്തിൽ വിശുദ്ധ മർഗരീത്ത മേരി അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യകുലത്തെ സ്നേഹിക്കുന്ന തൻ്റെ ഹൃദയം കാണിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ ഹൃദയത്തിന് പ്രതിഷ്ഠിതമാകുന്ന ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും തൻ്റെ സവിശേഷമായ വാഗ്ദാനങ്ങൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്ന് വിശുദ്ധയോട് ഈശോ പറയുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ യൂറോപ്പിൽ പ്രചരിച്ച തിരുഹൃദയ ഭക്തിയാണ് പിൽക്കാലത്ത് 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമായിട്ട് കേരളത്തിൽ കത്തോലിക്കരുടെ ഇടയിൽ പ്രചരിക്കപ്പെടാനായിട്ട് ഇടയായത്. കത്തോലിക്കരുടെ ഇടയിൽ കേരളത്തിൽ സുറിയാനി കത്തോലിക്കരുടെയും ലത്തീൻ കത്തോലിക്കരുടെയും ഇടയിൽ ഈ ഭക്തി അവതരിപ്പിച്ചത്, ഈ തിരുഹൃദയ പ്രതിഷ്ഠ എന്ന് പറയുന്ന ആ സങ്കല്പത്തെ അല്ലെങ്കിൽ ആ ഭക്തമുറയെ അവതരിപ്പിച്ചത് വരാപ്പുഴ വികാരി അപ്പസ്തോലിക്കയായിരുന്ന ലയനാർഡ് മെലാനോ മെത്രാപ്പൊലീത്തയാണ്. അദ്ദേഹം മേലൂസ് ശിശ്മയുടെ പശ്ചാത്തലത്തിൽ 1874 ഡിസംബർ 8 കേരളത്തിലെ മുഴുവൻ കത്തോലിക്കരെയും, സുറിയാനി കത്തോലിക്കരെയും ലത്തീൻ കത്തോലിക്കരെയും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം 1875 പുറപ്പെടുവിച്ച ഇടയലേഖനത്തിലൂടെ ഈ ഭക്തമുറ, ഈശോയുടെ തിരുഹൃദയത്തിന് കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും പ്രതിഷ്ഠിക്കുന്ന ആ ഭക്തമുറ അവതരിപ്പിച്ചുവെങ്കിലും അതിന് പ്രചുര പ്രചാരം ലഭിച്ചത് പിൽക്കാലത്താണ്. അതായത് 1887 സുറിയാനിക്കാർക്ക് വേണ്ടിയിട്ട്, സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടിയിട്ട് തൃശ്ശൂർ കോട്ടയം വികാരിയാത്തുകൾ സ്ഥാപിതമായപ്പോൾ കോട്ടയം വികാരിയാത്തിൻ്റെ വികാരി അപ്പസ്തോലിക്കയായിരുന്ന ചാൾസ് ലവീഞ്ഞ് മെത്രാനും അതുപോലെ തന്നെ തൃശ്ശൂർ പേരൂരിൻ്റെ വികാരി അപ്പസ്തോലിക്കയായിരുന്ന മെഡ്ലിക്കോട്ട് മെത്രാനും ഈ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയലേഖനങ്ങൾ എഴുതുകയുണ്ടായി. എങ്കിലും അക്കാലത്തും ഇതിന് വേണ്ടത്ര പ്രചാരം ലഭിച്ചു എന്ന് പറയുക സാധ്യമല്ല. ഇതിന് കൂടുതലായിട്ട് പ്രചാരം ലഭിക്കുന്നത് 1899 അതിന് കാരണം 1899 ലയോ 13 മാർപ്പാപ്പയ്ക്കുണ്ടായ ഒരു അത്ഭുതകരമായ രോഗശാന്തിയാണ്. അദ്ദേഹത്തിന് ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിച്ച് ലഭിച്ച ഒരു രോഗശാന്തിക്ക് പ്രതിസമ്മാനമായിട്ട് ലോകത്തിലെ മുഴുവൻ കത്തോലിക്കരെയും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എല്ലാ മെത്രാന്മാരെയും, ലോകത്തിലുള്ള എല്ലാ കത്തോലിക്ക മെത്രാന്മാരെയും ഈ കാര്യം അറിയിക്കുകയും ചെയ്തു. എല്ലാ രൂപതകളിലും മെത്രാന്മാർ തങ്ങളുടെ കീഴിലുള്ള കത്തോലിക്കരെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം, ആളുകളുടെ ഭവനങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ 1899 എറണാകുളത്ത് വികാരി അപ്പസ്തോലിക്കയായിരുന്ന മാർ ലൂയിസ് പഴയപറമ്പിലും ചങ്ങനാശ്ശേരിയിൽ വികാരി അപ്പസ്തോലിക്കയായിരുന്ന മാർ മാത്യു മാക്കിയിലും തൃശ്ശൂർ മെത്രാപ്പൊലീത്തയായിരുന്ന മാർ ജോൺ മേനാച്ചേരി മെത്രാനും ഇവർ 3 പേരും ഇടയലേഖനങ്ങൾ എഴുതി എല്ലാ വീടുകളും സ്ഥാപനങ്ങളും, തങ്ങളുടെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും, ഇടവക പള്ളികളും കുരിശുപള്ളികളും വീടുകളും എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൽപ്പന പുറപ്പെടുവിച്ചത് 1899 കർക്കിടകത്തിലാണ്. മാർ ലൂയിസ് മെത്രാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നത് കർക്കിടകം 31 1899 കർക്കിടകം 31. ആ കൽപ്പനയുടെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഒരു തിരുഹൃദയ പ്രതിഷ്ഠ അതിൻ്റെ പൂർണ്ണതയിൽ നടക്കുക. പിന്നീട് എല്ലാ വർഷവും മെത്രാന്മാരുടെ ഇടയലേഖനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മെയ് മാസത്തിലും ജൂൺ മാസത്തിലെല്ലാം അവർ പുറപ്പെടുവിക്കുന്ന ഇടയലേഖനങ്ങളിൽ മെയ് മാസ വണക്കത്തെക്കുറിച്ചും ജൂൺ മാസത്തെ തിരുഹൃദയ വണക്കത്തെക്കുറിച്ചും തിരുഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ചുമെല്ലാം അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠ നടത്തണം എന്നാണ് അവരാവശ്യപ്പെട്ടിരിക്കുക. മാത്രമല്ല ഈ കാലഘട്ടത്തിലാണ് ഈ ആണ്ടുതോറും വീട് വെഞ്ചരിപ്പ് എന്ന് പറയുന്ന ഒരു ഭക്തമുറയും കൂടി അവതരിപ്പിക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അതിനു മുൻപ് ലയനാർഡ് മെത്രാപ്പൊലീത്തയുടെ കാലത്ത് വീട് വെഞ്ചരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ ഒരു തിരുഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ സ്വദേശീയ മെത്രാന്മാർ വികാരി അപ്പസ്തോലിക്കന്മാരായതിനു ശേഷം അവർ ഇടവക വികാരിമാർ ആണ്ടുതോറും പ്രത്യേകിച്ച് ജൂൺ മാസത്തിൽ സ്വന്തം ഇടവകയിലെ മുഴുവൻ ഭവനങ്ങളും സന്ദർശിച്ച് ഈശോയുടെ തിരുഹൃദയത്തിന് വീടുകളെ പ്രതിഷ്ഠിക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. മാത്രമല്ല പ്രതിഷ്ഠാജപം എഴുതി കൊടുത്ത്
അത് പ്രസിദ്ധീകരിച്ചിട്ട് എല്ലാ ഭവനങ്ങളിലും ആദ്യ വെള്ളിയാഴ്ചകളിലെങ്കിലും ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ ചുരുക്കത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായിട്ട് സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ പ്രചാരം നേടിയ ഒരു ഭക്തമുറയാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രതിഷ്ഠ. ഇന്ന് എല്ലാ സ്ഥാപനങ്ങളും, രൂപതകളിലെ എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ ഭവനങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ്. പല രൂപതകളും അവരുടെ സ്വർഗീയ മധ്യസ്ഥനായിട്ട് പ്രത്യേകമായിട്ട് എടുത്ത് വണങ്ങുന്നത് ഈശോയുടെ തിരുഹൃദയത്തെയാണ്. ഈ തിരുഹൃദയ പ്രതിഷ്ഠയും തിരുഹൃദയത്തോടുള്ള വണക്കവും ഇന്നും വളരെ ശക്തമായിട്ട് നസ്രാണികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് നസ്രാണി കത്തോലിക്കരുടെ ഇടയിൽ നിലകൊള്ളുന്നു എന്നുള്ളത് ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യം.